ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അതിൻ്റെ ഇക്വേഷൻ ഫോം ആവുന്നത് എങ്ങനെയാണെന്നും h=-b+or-√b² - 4ac/2a ഇതിൽ ഇക്വേഷൻ എങ്ങനെ വരുന്നു എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഈ വീഡിയോയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. CBSE നമുക്ക് നാലാമത്തെ മാത്സിൻ്റെ 10ാം ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്ററിനകത്ത് തന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. An express train takes 1 hour less than a passenger train to travel 132 km. ഒരു പാസഞ്ചർ ട്രെയിന് എക്സ്പ്രസ് ട്രെയിൻ തമ്മിൽ വ്യത്യാസമാണ്. എക്സ്പ്രസ് ട്രെയിനും പാസഞ്ചർ ട്രെയിൻ 132 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം പാസഞ്ചർ ട്രെയിൻ എടുക്കുന്ന സമയത്തേക്കാളും 1 മണിക്കൂർ കുറവാണ്. അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻ എടുക്കുന്ന സമയത്തേക്കാളും 1 മണിക്കൂർ കൂടുതലാണ് പാസഞ്ചർ ട്രെയിൻ എടുക്കുന്നത് 132 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പറയുന്നുണ്ട് മൈസൂർ ടു ബാംഗ്ലൂർ. അത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം, കുഴപ്പമില്ല. ബാക്കി ഇഫ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദി എക്സ്പ്രസ് ട്രെയിൻ ഈസ് 11 കിലോമീറ്റർ മോർ ദാൻ ദ പാസഞ്ചർ ട്രെയിൻ. അപ്പോൾ പാസഞ്ചർ ട്രെയിനേക്കാളും 11 കിലോമീറ്റർ സ്പീഡ് കൂടുതലാണ് എക്സ്പ്രസ് ട്രെയിന്. അതും അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് നമ്മൾ അതിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. രണ്ട് ട്രെയിൻ്റെയും ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് നമ്മൾ എല്ലാം കണ്ടുപിടിച്ച് ആൻസർ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, കിലോമീറ്റർ ബൈ ടൈം ആണ് സ്പീഡ് വരുന്നത്. ഇപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്നത് ആവറേജ് സ്പീഡ് ഓഫ് 2 ട്രെയിൻസ്, രണ്ടിൻ്റെയും ആവറേജ് സ്പീഡ് വരുന്നത്. അതിനകത്ത് ടൈം നമുക്ക് അറിയത്തില്ല. ടൈം 1 മണിക്കൂർ മുമ്പാണെന്ന് അറിയത്തുള്ളൂ. ടോട്ടൽ കിലോമീറ്റർ അറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ സ്പീഡ് കിലോമീറ്റർ ബൈ സ്പീഡാണ് ടൈം കിട്ടുന്നത്. കിലോമീറ്റർ ബൈ സ്പീഡാണ് ടൈം കിട്ടുന്നത്. സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് സ്പീഡ് നമുക്ക് ഒരു 11 കിലോമീറ്റർ കൂടുതലാണെന്ന് അറിയത്തുള്ളൂ. ഡിസ്റ്റൻസ് നമുക്കറിയാം. ടൈം ഇതിനകത്ത് 1 മണിക്കൂറിന് വ്യത്യാസം കൊടുത്തുള്ളൂ. ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് ഫോം ചെയ്യാൻ പറ്റും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ 132 നമ്മളത് അതിൻ്റെ സ്പീഡിന് എക്സ് എന്ന് കൊടുക്കും. കാരണം അതിൻ്റെ സ്പീഡിന് എക്സ് എന്ന് കൊടുത്താൽ x+11 ചെയ്താൽ മതി അതിൻ്റെ എക്സ്പ്രസ് ട്രെയിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ സ്പീഡ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ അതിന് ടൈം എടുക്കുന്നത് ടൈം ഫോർ പാസഞ്ചർ ട്രെയിന് 132/x. അതാണ് പാസഞ്ചർ ട്രെയിൻ എടുക്കുന്ന ടൈം. അപ്പോൾ എക്സ്പ്രസ് ട്രെയിൻ എടുക്കുന്ന ടൈം 132/ സ്പീഡാണ്. അപ്പോൾ എക്സിനേക്കാളും എത്ര കൂടുതലാണ്? 11 കിലോമീറ്റർ കൂടുതൽ. എന്ന് വെച്ചാൽ പാസഞ്ചർ ട്രെയിനേക്കാളും 11 km/h സ്പീഡ് കൂടുതലാണ് എക്സ്പ്രസ് ട്രെയിൻ. അതുകൊണ്ട് തന്നെ സ്പീഡ് x+11 എന്ന് കൊടുക്കുക. ഇത് എക്സ് ആണെങ്കിൽ ഇതിന് x+11 ആണ് എക്സ്പ്രസ്സിന് എഴുതുക. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇനി ചെയ്യാൻ പറ്റുന്നത് ഈ ടൈമിൻ്റെ കാര്യം. നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടൈം 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. 1 മണിക്കൂർ വ്യത്യാസം എന്ന് വെച്ചാൽ എക്സ്പ്രസ് ട്രെയിന് 1 മണിക്കൂർ നേരത്തെ എത്തും. അപ്പോൾ ടൈം 1 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ ടി. അപ്പോൾ പാസഞ്ചർ ട്രെയിൻ വന്നിട്ട് എക്സ്പ്രസ് ട്രെയിൻ വന്നിട്ട് 1 മണിക്കൂറിന് കഴിഞ്ഞിട്ട് ഇത് വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ +1 ഇടുവാണെങ്കിൽ ഇതിന് ഈക്വലാണ് 132/x എന്നുള്ളത് 132/x+11 കൂടെ 1 മണിക്കൂർ കൂടി കൂട്ടുമ്പോൾ ഈക്വലാണ്. എന്നുവെച്ചാൽ എക്സ്പ്രസ് ട്രെയിൻ വന്നിട്ട് 1 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ പാസഞ്ചർ ട്രെയിൻ വരുള്ളൂ. പാസഞ്ചർ ട്രെയിൻ വരാനുള്ള സ്പീഡ് ടൈം 132/x ആണ്. എക്സ്പ്രസ്സിന് വരാനുള്ളത് 132/x+11 ആണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് സെയിം സ്പീഡാവും. അപ്പോൾ ഇവിടെ ഒരു
ഇക്വേഷൻ പോലെ നമുക്ക് കിട്ടി. ഇത് വെച്ച് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് വാല്യൂസ് എക്സ് ഉള്ളത് ഒരു സൈഡിലോട്ടും എക്സ് ഇല്ലാത്ത വേരിയബിൾസ് ഇല്ലാത്തത് നമുക്ക് വേറെ സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ +1 മാത്രമേ ഒരു സൈഡിലുള്ളൂ. +1 അപ്പുറത്ത് തന്നെ. +1 = 132/x. ഇതിങ്ങനെയാണല്ലോ കിടക്കുന്നത് 132/x. ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ -132/x + 11 എന്ന് കിട്ടി. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഏതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് കോമൺ എടുക്കാം. 132 കോമൺ എടുക്കാം. 1 = 132 × 1/x - 1/x + 11. ഇത് നമുക്കിനി ചെയ്യുമ്പോൾ നമുക്കിനി ഇത് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടിയത് 1 = 132 × x + 1/x - 1/x + 11. ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കിത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. അപ്പോൾ അകത്തുള്ളത് 1 = 132 അത് ഓണക്കം നമ്മൾ എഴുതി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x + 11 - 1 × x divided by x × x + 11 x² + 11x. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്കി മുന്നോട്ട് ചെയ്യാം. ബാക്കി ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കോമൺ എടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ കോമൺ എടുത്ത് മാറ്റുക. അല്ലെങ്കിൽ ക്ലിയർ ആയി പോകുമെങ്കിൽ നോക്കാം. 1 = ഇവിടെ +x ഉണ്ട് -x ഉണ്ട്. അപ്പോൾ ക്ലിയർ ആയി അത് പോകും. 132 × അവിടെ മേളിൽ 11 മാത്രം വരും. ബാക്കി താഴെ എന്ത് വരും നോക്കാം. x² + 11x വരും. x² + 11x. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ =1 എന്ന് കിട്ടി. 132. ഇനി നമുക്കിത് ഇൻറ്റു ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 = 132 × 11 divided by x² + 11x. ഇനി നമുക്ക് ഈ x² + 11x നമുക്ക് അപ്പുറത്ത് വിടാം. ഇവിടെ ഒരു ഇതാണല്ലോ കിട്ടിയേക്കുന്നത്. എന്തായാലും നമ്പർ ആണല്ലോ കിട്ടിയേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ ഇല്ലാത്ത നമ്പർ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പുറത്തിടാം. അപ്പോൾ x² + 11x = 132 × 11. 132 × 11 ആയിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം 1452 ആണെന്ന് തോന്നുന്നു കിട്ടുന്നത്. 1452 കറക്റ്റ്. 1452 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ അപ്പുറത്ത് ഇടുമ്പോൾ എന്ത് പറ്റും? x² + 11x - 1452 = 0 എന്നുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറി. ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറിയത് തന്നെ നമുക്കിനി അത് നമ്മുടെ ഇതിട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ x = -b + or -√b² - 4ac / 2a എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. ഇത്ര നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ടാണ് നോക്കിയത്. ഇത് കഴിഞ്ഞ് അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. x = -b + or -√b² - 4ac / 2a. ഇതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ റൂട്ടിനകത്തുള്ള b² - 4ac ആദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വെറുതെ എല്ലാം കൂടി കിടന്ന് 3 പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല. b² - 4ac - 4ac ആദ്യമേ ചെയ്യുകയാണെങ്കിൽ അത് 0 ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നെഗറ്റീവ് ആണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ആണെങ്കിൽ 2 വാല്യൂ കിട്ടും. 0 ആണെങ്കിൽ ഒറ്റ ആൻസർ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ബി എത്രയാണ് 11 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1452 ഈക്വൽ ടു നെഗറ്റീവ് അല്ലേ, -1. ഓക്കെ, -1. അപ്പോൾ 121 നെഗറ്റീവ് പോസിറ്റീവ് ആവും. പിന്നീട് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 5808 ആണ് തോന്നുന്നു. 5808 ആണെന്ന് തോന്നുന്നു. നമുക്ക് കാൽക്കുലേഷൻ ഒന്ന് വേണമെങ്കിൽ നോക്കാമായിരുന്നു. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 2 9 5. ഓക്കെ, 5929 എന്നുള്ളത് 77 ആണെന്ന് തോന്നുന്നു. സ്ക്വയർ റൂട്ട് അത് നോക്കാം, ജസ്റ്റ് ചെയ്യാം. റൂട്ട് 5929 is equal to 77. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് 5929 റൂട്ട് എന്നുള്ളത് 77 ആണ്. അപ്പോൾ നമുക്ക് ഇനി 2 വാല്യൂ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ബാക്കിയുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യവും ഇതൊന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. x is equal to -b plus or minus root 5929 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്ത് ഡിവൈഡ് ബൈ 2a. നമ്മളവിടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. -bയുടെ അവിടെ -11, എയുടെ അവിടെ 1, അപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. × 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, × 1. ഓക്കെ, ഇത്രയും ചെയ്യുന്നു. ഇനി ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. x is equal to 2 സൈഡിലോട്ട് നമുക്ക് ചെയ്യാം. x is equal to -11 plus 77 divided by 2. x is equal to -11 minus 77 divided by 2. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും. x is equal to ചെയ്യുമ്പോൾ 66 ഡിവൈഡ് ബൈ 2 ആകുമ്പോൾ 33 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് നമുക്ക് സങ്കല്പിക്കുകയാണ്. എന്തായാലും സ്പീഡിനകത്ത് എന്തായാലും നെഗറ്റീവ് എടുത്തില്ല. നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെ നോക്കാം. ഈക്വൽ ടു -44 കിട്ടും. ഈ 2 വാല്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ സ്പീഡാണ്. സ്പീഡുള്ള കാര്യങ്ങൾ മുമ്പോട്ടേ പോകത്തുള്ളൂ, പോസിറ്റീവായിട്ട് എടുത്തുള്ളൂ. ഒരിക്കലും പുറമോട്ട് പോകുന്നതിൻ്റെ ഇതായിട്ട് എടുത്തില്ല. ഇത്രയും അപ്പോൾ അതിൻ്റെ സ്പീഡ് 33 കിലോമീറ്റർ എന്ന് കിട്ടി. വെച്ചാൽ പാസഞ്ചർ ട്രെയിനിൻ്റെ സ്പീഡ് 33 km/h എന്ന് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിൻ എക്സ്പ്രസിൻ്റെ 44 ആയിരിക്കും. എക്സ്പ്രസിൻ്റെ 44 ആയിരിക്കും. 33 + 11 = 44 km/h സ്പീഡാണ് എന്തിനുള്ളത്, എക്സ്പ്രസ് ട്രെയിനുള്ളത്. അപ്പോൾ ഇത് രണ്ടിനും സ്പീഡ് കിട്ടി. സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ടൈമാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ടൈം പാസഞ്ചർ 33, എക്സ്പ്രസ് 44 km/h നമുക്ക് എഴുതി വെച്ചാൽ നമുക്ക് അതിൻ്റെ ടൈം ടേക്കൺ ആവറേജ് ടൈം ടേക്കണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 132 ഡിവൈഡ് ബൈ അതിൻ്റെ സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 33 ഡിവൈഡ് ചെയ്യുമ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ ടൈം കിട്ടും. 132 ഡിവൈഡ് ബൈ 44 ചെയ്യുമ്പോൾ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടൈം ടേക്കൺ കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 12/3 4 ഇവിടെ ചെയ്യുമ്പോൾ 3. അപ്പോൾ ഇത് കറക്റ്റാണ്. നടന്നത് വെച്ചാൽ പാസഞ്ചർ ട്രെയിന് 4 മണിക്കൂർ കൊണ്ടെത്തുന്നു, എക്സ്പ്രസ് ട്രെയിന് 3 മണിക്കൂർ കൊണ്ടെത്തുന്നു. നമ്മൾ അതിനകത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ചെയ്ത് കിട്ടുന്ന ആൻസർ
പാസഞ്ചർ ട്രെയിന് 4 അവറും എക്സ്പ്രസ് ട്രെയിന് 3 അവേഴ്സുമാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടും ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കി അതിൻ്റെ എക്സ് കണ്ടുപിടിക്കുമ്പോൾ അതിനുള്ള ഒരു ട്രെയിനിൻ്റെ സ്പീഡ് കിട്ടും. സ്പീഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് വെച്ച് നിർത്തി പോകരുത്. സ്പീഡ് വെച്ചിട്ട് കിലോമീറ്റർ ഡിവൈഡ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ടൈം. ടൈമാണ് അതിൻ്റെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. രണ്ടിൻ്റെ ആവറേജ് ടൈം കിട്ടി. പാസഞ്ചറിൻ്റെ 4 കിലോമീറ്ററും എക്സ്പ്രസിൻ്റെ 3 കിലോമീറ്റർ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ okay, next question. The sum of area of two squares is 468 meter square. രണ്ട് സ്ക്വയറുകളുടെ ഏരിയയുടെ സമ്മ് 468 മീറ്റർ സ്ക്വയർ ആണ്. ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദിയർ പെരിമീറ്റർ ഈസ് 24 മീറ്റർ. സമ്മ് 468 മീറ്റർ സ്ക്വയർ ആണ്. അതിന് പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് 24 മീറ്റേഴ്സ് ആണ്. ഇപ്പോൾ അതിൻ്റെ സൈഡുകളുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതിൻ്റെ ഫസ്റ്റ് ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എക്സ് നമുക്ക് എടുക്കാം. ഒരെണ്ണം എക്സ് നമുക്ക് ആദ്യമേ ഒന്ന് എഴുതി വയ്ക്കാം. 468 ആണ് അത് തമ്മിലെ സ്ക്വയറിൻ്റെ സമ്മ്. 24 ആണ് അതിൻ്റെ പെരിമീറ്ററിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഒരെണ്ണത്തെ നമുക്ക് എക്സ് എന്ന് കൊടുക്കുക. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററിന് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ മറ്റേതിൻ്റെ പെരിമീറ്റർ 24 മൈനസ് എക്സ് ആയിരിക്കണമല്ലോ. 24 പ്ലസ് എക്സ് ആയിരുന്നു. 24 പ്ലസ് എക്സ് വരും. കാരണം എന്ന് വെച്ചാൽ ഡിഫറൻസ് അല്ലേ. x minus y is equal to 24. x is equal to 24 plus y. അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ 24 പ്ലസ് എക്സ് 24 പ്ലസ് എക്സ് എന്നാണ്, അല്ലെങ്കിൽ എക്സ് പ്ലസ് 24. നിങ്ങൾക്ക് എഴുതാം 24 പ്ലസ് എക്സ് ആയാലും രണ്ട് കണക്ക് തന്നെ. എക്സ് പ്ലസ് 24 ഒരെണ്ണത്തിൻ്റെക്കാളും 24 മീറ്റർ കൂടുതലാണ് മറ്റേത്. 24 കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഏരിയയും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 468 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ട്. പെരിമീറ്റർ വൺ സൈഡ് x/4 സ്ക്വയർ പ്ലസ് 24 ഡിവൈഡ് ബൈ 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 468. ഇങ്ങനെ കിട്ടും. ഓക്കെ. ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയ ആൻസറാണ് 464. ഇനി നമുക്കതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു എലാബറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 60 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 48x പ്ലസ് 24 5 576 divided by 16. അപ്പോൾ താഴെ ഡിവൈഡ് ബൈ 16 ആണ് നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 48x പ്ലസ് 576 ഡിവൈഡ് ബൈ 16 is equal to 468. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 16 അപ്പുറത്തോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന എന്തുവാ 2x സ്ക്വയർ പ്ലസ് 48x പ്ലസ് 576 ഈസ് ഈക്വൽ ടു 468 ഇൻറ്റു 60. ഇപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നേരെ അപ്പുറത്തിടുമ്പോൾ
നെഗറ്റീവ് ആവും. നെഗറ്റീവ് അവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അടുത്ത് ഫോം ചെയ്യാം. So 7488 കിട്ടും. ഓക്കെ, 2x സ്ക്വയർ പ്ലസ് 48x പ്ലസ് 576 is equal to 7488. അപ്പോൾ ഇത് നമുക്ക് ഇപ്പുറത്ത് ഇടുമ്പോൾ 2x സ്ക്വയർ പ്ലസ് 48x പ്ലസ് 576 മൈനസ് 7488 is equal to 0. ഇതിവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ പ്ലസ് 48x മൈനസ് 6912 നെഗറ്റീവ് ഇതാണ് കിട്ടുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇന്ന് മനസ്സിലാണെങ്കിൽ നമുക്കൊരു 2 കൊണ്ട് ഡിവൈഡും കൂടി ചെയ്യാം. വേണമെങ്കിൽ ചെയ്യുമ്പോൾ x സ്ക്വയർ പ്ലസ് 24x മൈനസ് 3456 എന്ന് കിട്ടും തോന്നുന്നു. ഓക്കെ, 3456 എന്ന് അതിൽ കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇനി അത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, എക്സിന്റെ വാല്യൂ ഇനി കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്ന ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ആദ്യമേ ചെയ്യണം. ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു 24 സ്ക്വയർ minus 4 into 1 into 3456. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 576 minus 24 4 2 10 22 80 30 പ്ലസ് ആവും, കാരണം ഇവിടെ നെഗറ്റീവ് ആണ്. ഓക്കെ, 13,884 എന്നുള്ള ആൻസർ കിട്ടും. നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ എടുക്കാം. ഇതിന് ഷോർട്ട് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു പോവാം. ഇതിപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 3 0 1 7 5 4 9 4 1 7 4 14,400 റൂട്ട് നോക്കുമ്പോൾ 12 120 റൂട്ടാണ് തോന്നുന്നു. 120 ആണ് റൂട്ട്. 120 കിട്ടും. ഈ റൂട്ട് ആൻസർ 120. അപ്പോൾ ഇത് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ബാക്കി ചെയ്യാം. മൈനസ് ബി എന്നുള്ളത് 24 മൈനസ് 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് 14,400 എന്നുള്ളത് 120 ആണ്. അപ്പം പ്ലസ് ഓർ മൈനസ് 120 ഡിവൈഡ് ബൈ 2 ഇൻറ്റു നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് 2 മാത്രമേ ഉള്ളൂ. 2 into 1. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇത് രണ്ടാക്കി ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ പ്ലസ് തൊട്ട് മൈനസ് തൊട്ട് രണ്ടായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ എന്തായാലും എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് എന്തായാലും പോസിറ്റീവ് എടുത്തുള്ളൂ, നെഗറ്റീവ് എടുത്തില്ല. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 24 പ്ലസ് 120 ഡിവൈഡ് ബൈ 2 ഈ ഒരു ആൻസറേ എടുത്തുള്ളൂ. എങ്കിൽ തന്നെ നമ്മൾ നെഗറ്റീവ് കൂടി ചെയ്ത് തരാം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 24 മൈനസ് 120 ഡിവൈഡ് ബൈ 2 ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
96/2 is equal to 48 കിട്ടും. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 144 divided by 2 is equal to 72 -72. ഈ രണ്ട് ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഈ നെഗറ്റീവ് മെഷറിനകത്ത് എന്തായാലും വരത്തില്ല, പോസിറ്റീവ് എടുത്തുള്ളൂ. അപ്പോൾ 48 ആണ് എക്സിൻ്റെ വാല്യൂ. 48 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് 48. എക്സിൻ്റെ വാല്യൂ 48 എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് എക്സ് എന്ന് കൊടുത്തത്. അപ്പോൾ 48 പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 × a ആണ്. അതുകൊണ്ട് തന്നെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ ഒരു സൈഡ് കിട്ടും. ഡിവൈഡ് 4 ചെയ്യുമ്പോൾ 12 കിട്ടും. 12 വൺ സൈഡ് 12 എന്ന് കിട്ടി. നമ്മൾ മറ്റൊരു വേറൊരു ഇത് ഉണ്ടല്ലോ, മറ്റേ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ, x+24. അപ്പോൾ അത് 48 + 24 ഈസ് ഈക്വൽ ടു 72 പെരിമീറ്റർ കിട്ടുന്ന വേറൊരു സ്ക്വയർ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് കിട്ടുന്നത് 8. അപ്പോൾ 18. അപ്പോൾ രണ്ട് സൈഡുകൾ കിട്ടി, സ്ക്വയറുകളുടെ രണ്ട് സൈഡുകൾ നമുക്ക് കിട്ടി, 12ഉം 18. ഇതിൻ്റെ ഈ 12 സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറിൻ്റെയും 18 സൈഡായിട്ട് വരുന്ന സ്ക്വയറിൻ്റെയും ഏരിയാസ് കണ്ടുപിടിച്ച് അതിൻ്റെ സമ്മേജ് കിട്ടുമ്പോഴാണ് 468 മീറ്റർ സ്ക്വയർ എന്നുള്ള സ്ക്വയറിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അതിനാണ് സൈഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സൈഡ് നമ്മൾ അങ്ങനെ വിജയകരമായി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.